നമസ്തേ എവരി വൺ. നമ്മളൊരു ബിസിനസ്സിന് എങ്ങനെയാണ് നമ്മൾ ഫണ്ട് ചോദിക്കുക, ഹൗ ടു ആസ്ക് ഫോർ ദ ഫണ്ട്. അപ്പോൾ ഈ ആസ്ക് എന്ന് പറയുന്ന എ ഫോർ ആസ്ക് ആൻഡ് എസ് ഫോർ സീക്ക് ആൻഡ് കെ ഫോർ നോക്ക്. നിങ്ങൾക്കറിയാം, ബൈബിളിലെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ആസ്ക് എന്ന് പറഞ്ഞൊരു വലിയ ബുക്ക് തന്നെയുണ്ട്, ഈസ്റ്റർ ആൻഡ് ജെറി ഹിക്സിൻ്റെ വളരെ വലിയൊരു ബുക്ക്, 600 പേജിലധികം വരുന്നൊരു ബുക്കുണ്ട്. അപ്പം അതിലെങ്ങനെയാണ് ചോദിക്കേണ്ടതെന്നുള്ളതാണ് ഇത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതൊന്നും എടുത്ത് വായിക്കാം. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ, എപ്പോഴും ചോദിക്കുമ്പോൾ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ബിസിനസ്സിന് ലോണല്ല, നിങ്ങൾക്ക് എന്താണ് പാർട്ടിസിപ്പേറ്റീവായിട്ട് ഇക്വിറ്റി ഫണ്ടാണ് വേണ്ടത്. നിങ്ങളുടെ കൂടെ ലാഭം വന്നാലും നഷ്ടം വന്നാലും നിങ്ങളുടെ പങ്കാളികളായി നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഫണ്ട് തരാൻ പറ്റിയ ആൾക്കാരാണ്. അപ്പം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് നമുക്ക് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഇരുന്ന് ഒരു DPR തയ്യാറാക്കണം, ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട്. അപ്പം BMS 6ൻ്റെ ഭാഗമായിട്ട് ഫണ്ടിങ് 120 ഡിഫറെൻറ്റ് ഫണ്ടിങ് മെത്തേഡ്സ് അതിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് പുറത്ത് കൊടുത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്നാലും 2-3 ലക്ഷം രൂപയാവും. അതിൽ ഭേദം ലൈഫ് ലൈൻ്റെ കൂടെ ഇരുന്ന് ട്രെയിനിങ്ങിന് മുമ്പ് നമ്മൾ കുറച്ച് വർക്ക് ചെയ്ത് കുറച്ച് ഡേറ്റ കളക്ട് ചെയ്ത് ശരിയാക്കിയിട്ട് നമ്മൾ ആ ട്രെയിനിങ് സെഷനിലോട്ട് കയറുകയാണെങ്കിൽ അവിടെ ഇരുന്ന് തന്നെ നമുക്ക് ഫണ്ടാസ്റ്റിക്കായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും DPR. അപ്പം DPR ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെയോ ആരാണോ ഫൈനാൻഷ്യൽ എക്സ്പേർട്സിനോ, അവർ ചിലപ്പോൾ ഇതിൽ എക്സ്പെർട്ട് ആയിരിക്കത്തില്ല, പക്ഷേ ഇത് നമ്മൾ എന്തെങ്കിലും ഒരു അനോമലീസ്, എന്തെങ്കിലും അശ്രദ്ധ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണിച്ചു തരാൻ പറ്റും. പ്രധാനമായിട്ടും ഈ DPR ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെ എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് വളരെ വളരെ ഫ്യൂ നമ്പറാണ് നമുക്ക് കിട്ടുന്നത്. എനിവേ, DPR കഴിഞ്ഞ് നമ്മൾ പിന്നെ തയ്യാറാക്കുന്ന DPRനെ ബേസ് ചെയ്ത് അതിൻ്റെ സത്ത് എടുത്തിട്ട് നമ്മൾ പിച്ച് ഡെക്ക്, സംതിങ് ലൈക്ക് പവർ പോയിൻ്റ് പ്രസൻറ്റേഷനോ കീനോട്ട് പ്രസൻറ്റേഷനോ ആയിട്ടാണ്. അതിനകത്ത് നമുക്ക് വേണേൽ ചെറിയ ബിറ്റ് വീഡിയോസും എല്ലാം ഉൾപ്പെടുത്തി നമ്മുടെ ഫണ്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർ. നമുക്ക് ഏറ്റവും ലാർജ് ഫണ്ടുള്ളത്, ഫണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഉടനെ തന്നെ അമേരിക്കൻ ഫണ്ട് ഇല്ലെങ്കിൽ യൂറോപ്പ് ഫണ്ട്, കനേഡിയൻ ഫണ്ട് അങ്ങനെ ചിന്തിക്കരുത്. ഫണ്ട് നമ്മുടെ കൺമുമ്പിൽ തന്നെയാണ്. സ്വന്തക്കാർ ചിലപ്പോൾ ഫണ്ട് ചെയ്യും, നമ്മുടെ ഫ്രണ്ട്സ് ഫണ്ട് ചെയ്യും, ലോകത്തിലുള്ള എല്ലാ കമ്പനികളും അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. അതല്ലേ നമ്മുടെ ചുറ്റുവട്ടത്ത് മേ ബി ഫിനാൻസിയേഴ്സ്, അവർ ബ്ലേഡിൽ കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും, അവർക്കത് ഭയങ്കര നഷ്ടമാണ് എത്ര പലിശ കിട്ടിയാലും. പക്ഷേ നല്ല ബിസിനസ് നമ്മുടെ ബിസിനസ്സിലൂടെ ചേരുവാണെങ്കിൽ അവർക്ക് ഭയങ്കര ലാഭമാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ DPR പിച്ചെടുക്കുക ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന രീതി ആസ്ക്. അപ്പം ആസ്ക് ചെയ്യുന്നതിന് ചില പ്രത്യേക രീതികളുണ്ട്. അപ്പം ആസ്ക് എക്സ്പെക്റ്റഡ്ലി, വളരെ പ്രതീക്ഷയോടുകൂടി ചോദിക്കണം. ആസ്ക് പ്ലസൻ്റ്ലി, കേട്ട് കഴിഞ്ഞാൽ തന്നെ. അപ്പം ഞാനിത് ഈ പ്രോഗ്രാമിൽ വരുന്ന നമ്മുടെ 4 ദിവസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ്ങിനകത്ത് വെച്ച് നിങ്ങളെ കൊണ്ട് ഒരുപാട് പ്രാവശ്യം നിങ്ങളുടെ പിച്ചിടൊക്കെ ചെയ്യിച്ച് അങ്ങ് തറവാക്കിയിട്ടായിരിക്കും നമ്മൾ ഫണ്ട് ചോദിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അവിടെ വളരെ പ്ലസൻ്റായിട്ട് എങ്ങനെ ചോദിക്കണം. ആസ്ക് കേർട്ടിയസ്ലി, വളരെ മര്യാദയോടുകൂടി ചോദിക്കണം. ആസ്ക് റീസണബിളി, എങ്ങനെയാണ് നമുക്ക് വളരെ റീസണബിളായിട്ട് ആർക്കും ഒരു കുറ്റവും പറയാത്ത രീതിയിൽ എങ്ങനെ ചോദിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആസ്ക് പെർസ്വേസീവ്ലി, പ്രേരണയോടുകൂടി. പ്രത്യേകിച്ച് നമ്മുടെ ഇതിൽ വരുമ്പോഴത്തേക്കും ഇത് പെർസ്വേഷൻ മാത്രമല്ല, കുറച്ചുകൂടെ കൂടിയ സംഭവമുണ്ട്. അപ്പോൾ അത് NLP സെയിൽസ് മാസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കും BMS 6 ചെയ്തിട്ടുള്ളവർക്കും കിട്ടാവുന്നതാണ്. നമ്മൾ ഹിപ്നോട്ടിക് ആസ്കിങ്. ഹിപ്നോട്ടിക് എന്ന് പറഞ്ഞാൽ മയക്കി എടുത്തിട്ട് ചോദിക്കുകയല്ല, കോൺവെർസേഷണൽ ഹിപ്നോസിസ് എന്ന് പറയുന്ന ഡോക്ടർ മിൽട്ടൺ എറിക്സൺ ഇറക്കിയിട്ടുള്ള ആ രീതി നമ്മൾ പരിശീലിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് ഇങ്ങോട്ട് താല്പര്യം വരുന്ന രീതിയിൽ, പക്ഷേ റെസിസ്റ്റൻസ് എല്ലാം നമ്മൾ ഈ ഒരു ടെക്നിക്കിലൂടെ കളഞ്ഞിരിക്കും. അതാണ് നമ്മൾ ഹിപ്നോട്ടിക് സെഡക്ഷനോടുകൂടി നമുക്ക് ചോദിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ ആസ്ക് പോസിറ്റീവ്ലി, കിട്ടും എന്ന പ്രതീക്ഷയോടെ അവരെയും പോസിറ്റീവ് ആക്കി വെച്ചിട്ടുണ്ട്. ആസ്ക് ഫേമിലി, കിട്ടിയാൽ കൊള്ളാമായിരുന്നു, ഇച്ചിരി കുറവുണ്ട്, അതൊന്നുമല്ല, ചോദിക്കുന്നത് വളരെ ഫേമായിട്ട് തന്നെ. ആസ്ക് ടൈമിലി, ചോദിക്കേണ്ട സമയത്ത് തന്നെ ചോദിക്കണം. ആസ്ക് പ്രിസൈസ്ലി, എത്രയാണ് നമുക്ക് കൃത്യതയോടുകൂടി തന്നെ എത്രയാണ് ഫണ്ട് ആവശ്യമുള്ളത്. എക്സസ് ഫണ്ട് ഒരിക്കലും ബിസിനസ് വരരുത്, ഒട്ടും കുറവും കാണരുത്. അപ്പോൾ പ്രോജക്റ്റിന് എത്രയാണോ കൃത്യമായിട്ട് ആവശ്യമുള്ളത്, വർക്കിംഗ് ക്യാപിറ്റലാണ് അതിന് ആവശ്യമുള്ളത്. അല്ലാതെ നമ്മൾ ഒരു കണ്ണു അടച്ചൊരു വെടിവെപ്പ് എന്ന് പറഞ്ഞ ഫണ്ടിങ്ങിനകത്ത് ഒരിക്കലും നടക്കില്ല. ലോകത്ത് ലക്ഷക്കണക്കിന് കമ്പനിക്ക് ഫണ്ട് എടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് പഠിച്ചാൽ നിങ്ങൾക്ക് ഫണ്ട് എടുക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ ഫണ്ട് ചോദിക്കുന്നതിന് നമുക്ക് പല രീതിയിൽ ചോദിക്കാം. നമുക്കൊരു റിക്വസ്റ്റായിട്ട് ചോദിക്കുന്നുണ്ട്.
അല്ലെ സോളിസിറ്റ് ഫോർ ഇൻഫർമേഷൻ. അപ്പോൾ ചിലപ്പം ഈ പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫ് റീജിയണിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം, ബാങ്കിലൊക്കെ പോയി നമ്മൾ നമ്മുടെ ബിസിനസ്സിൻ്റെ സാധ്യതയെക്കുറിച്ച് പറയുമ്പം ആ ബാങ്കിൻ്റെ ഒഫീഷ്യൽസ് പറയും ഞങ്ങളും ചേരാം, ഞങ്ങളും ഫണ്ടിടാം, പേഴ്സണലി ഞങ്ങൾ വരാം എന്ന് പറയുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. അപ്പം നമുക്ക് അറബി ഫണ്ടിനകത്ത് ഇതുപോലെ ഒരുപാട് സാധ്യതയുണ്ട്. നമ്മളിവിടെ മാത്രമല്ലല്ലോ ബിസിനസ് ചെയ്യാനായിട്ട് പോകുന്നത്, ലോകം മുഴുവൻ ബിസിനസ് ആണല്ലോ. അതുപോലെ മറ്റൊന്ന്, നമുക്ക് അപ്പീൽ, റിക്വസ്റ്റും അപ്പീലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം അത് ചെയ്യുവാണെങ്കിൽ അവർക്ക് മെച്ചം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെച്ചം ഉണ്ടാകുന്നുള്ള രീതിയിലാണ്. ദെൻ പ്രപ്പോസ്. അപ്പം ഒരു പ്രണയിനി, നമ്മൾ സ്നേഹിക്കുന്ന ആളോട് എങ്ങനെയാണ് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നത്, ഇല്ല നമ്മുടെ ലവ് എങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രപ്പോസ് ചെയ്യാം, ഈ ബിസിനസ്സിൻ്റെ പാഠമാകാം. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ആയിക്കൂടാ? സജസ്റ്റ് വേറെ രീതിയാണ്. ആൻഡ് വോയിസ് എ കൺസേൺ, നിങ്ങളെപ്പോലുള്ളവരോട് ചേരേണ്ടതല്ലേ എന്ന്, ഇല്ല ഇതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്കും അർഹതപ്പെട്ടതല്ലേ, വൈ നോട്ട് യു. ആൻഡ് അതുപോലെ തന്നെ എക്സ്പ്രസ് ക്യൂരിയോസിറ്റി, ചോദിക്കാം. ഇനി റിക്വസ്റ്റ് അസിസ്റ്റൻസ്, ഒരു വലിയ ബിസിനസ് നമ്മളെടുത്ത് കൊണ്ടുവരാൻ പോവുകയാണ്, വളരെ വലിയ ബിസിനസ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അവിടുത്തെ MLA, MP, പഞ്ചായത്ത് പ്രസിഡന്റ്, അവിടുത്തെ പ്രമുഖരുടെ അടുത്തെല്ലാം നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. കാരണം അവരെ കൊണ്ട് സ്റ്റേക്ക് എടുപ്പിക്കും. ഞാൻ കാണുന്നൊരു കാര്യം, ഒരുപാട് ബിസിനസ്സിന് ഞാൻ മോർ ദാൻ 3000 ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഞാൻ അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്ത് കണ്ടൊരു കാര്യം, ഈ ഏത് ബിസിനസ്സാണോ 3-4 പേര് ചേരുന്നതിന് പകരം കുറച്ചുകൂടി ആൾക്കാരെ കൂട്ടിയിട്ടിട്ട് അത് പല പാർട്ടിയിലുള്ളതും പല കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും എല്ലാം ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. കാരണം ഒരു കമ്മ്യൂണിറ്റിയുടെ ആവശ്യമാണ്, അവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ ആവും. സോ അവരുടെ റിക്വസ്റ്റ് അസിസ്റ്റൻസ്. പിന്നെ അപ്പോൾ ചിലപ്പം അവിടുത്തെ MLA ചിലപ്പോൾ ചേരുന്നത് പെങ്ങളുടെ മകൻ്റെ പേരിലായിരിക്കാം. മകന് പൈസ കാണും, പെങ്ങളുടെ മകന് പൈസ കാണും, അയാളുടെ മാത്രമായിരിക്കും ചിലപ്പോൾ നീ ഇങ്ങനെ നടക്കുന്നതിന് പരിധി ചേരൂ. അപ്പോൾ അവിടെ എല്ലാം നമ്മുടെ പിച്ച് ഡെക്കും DPR-ഉമാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. അപ്പോൾ DPR എടുക്കുമ്പോൾ കുറേ കോപ്പികൾ എടുക്കണം. കാരണം മുഷിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കതുകൊണ്ട് കുറേ കോപ്പികൾ വേണം. പിന്നെ നമുക്ക് പിച്ച് ഡെക്ക് പ്രസൻറ്റ് ചെയ്യണേ തന്നെ ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ചെയ്ത് തെളിയിക്കുക എന്നുള്ളത്. നമ്മുടെ ഈ BMS 6-നകത്ത് വെച്ചുള്ള 4 ദിവസത്തിനകത്ത്. പക്ഷേ വേറൊരു കാര്യമാണ്, ലാസ്റ്റ് ഓടി വന്നങ്ങ് ചേരാൻ നോക്കുന്നവരെ നമുക്ക് ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് മുമ്പ് തന്നെ ഡെലിബറേഷൻസ് എല്ലാം കയറി ഡേറ്റയൊക്കെ എടുത്തുകൊണ്ടിരിക്കണം. അല്ലാത്ത ആൾക്കാർ പഠിച്ചതിന് ശേഷം പിന്നെയും വെയിറ്റ് ചെയ്യണം ഇങ്ങനൊരു സന്ദർഭം വരുന്നവരത്തേക്കും. ദെൻ മറ്റൊന്ന്, നമുക്ക് ആസ്ക് ഫോർ അഡ്വൈസ്. ചില ടെക്നിക്കിലുള്ള ആൾക്കാർ ചിലപ്പോൾ ഇപ്പം പിന്നെ നമ്മളൊരു ബിൽഡിങ് പണിയാനായിട്ട് പോവുക, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് സിസ്റ്റം കൊണ്ടുവരാനായിട്ട് പോവുക. അപ്പോൾ അതുമായിട്ട് സ്റ്റേക്ക് വരാവുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ജിയോളജിസ്റ്റുകൾ, ഇല്ലെങ്കിൽ ജിയോളജി കൺസൾട്ടൻസ്, ഇങ്ങനെയുള്ളവരോടൊക്കെ നമുക്ക് അഡ്വൈസ് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി പറയുമ്പോൾ ചിലപ്പോൾ അവരും ചേരും. പിന്നെ അതുപോലെ തന്നെ പെർസ്യൂ നോളജ്, ചില ആൾക്കാരുടെ നമ്മൾ നോളജ് എടുക്കാൻ ചെല്ലുമ്പോൾ. അപ്പോൾ സോളിസിറ്റ് ഗൈഡൻസ്. എൻ്റെ ഒരു പ്രത്യേകത, ഞാൻ ചെയ്യുന്ന എല്ലാ പ്രോജക്റ്റിനകത്ത് എല്ലാത്തിനകത്തും ടെക്നിക്കലി എടുക്കുന്ന ആൾക്കാരെ കൂടെ പാർട്ട്ണറാക്കുക എന്നുള്ളത് എൻ്റെ ഒരു തീമാണ്. അപ്പം നമുക്ക് തന്നെയല്ല, നമ്മളവിടെ ഇല്ലല്ലോ അവർ നോക്കിക്കോളും, അവരുടെ ഒരു ബേബിയായിട്ട് അവർ നോക്കിക്കോളും. മറ്റൊന്ന്, നമുക്ക് അപ്പീൽ ടു ഓർ അപ്പീൽ ഫോർ ഹെൽപ്പ്, നല്ല രീതിയാണ്. ഓർ സോളിസിറ്റ് ഫീഡ്ബാക്ക്. ഇതെല്ലാം കേട്ടിട്ട് സാറിന് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ഒരു റോട്ടറി പ്രസിഡൻ്റാണ്, അല്ലെങ്കിൽ റോട്ടറി ക്ലബ്ബിൽ പോയിട്ട് നമ്മളൊന്ന് അവതരിപ്പിക്കുകയാണ്. ഞാനിവിടെ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. ആരെങ്കിലും കൂടെ വരുവാണെങ്കിൽ ഞങ്ങൾ കൺസിഡർ ചെയ്യും എന്ന് പറഞ്ഞ് ഞങ്ങൾ കയറി വരാൻ പറയുമല്ല, അത് നല്ലൊരു രീതിയാണ്. സോളിസിറ്റ് ഒപ്പീനിയൻസ്. അപ്പോൾ അത് നമുക്കെടുക്കാം. ഉന്നത ഉദ്യോഗസ്ഥരുടെ അടുത്തുനിന്നോ, അല്ലെങ്കിൽ ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തുനിന്നോ, കളക്ടറുടെ കയ്യിൽ നിന്നോ യു ക്യാൻ സോളിസിറ്റ് ഒപ്പീനിയൻസ്. അതുപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പ്രധാനമായിട്ടും മിനിസ്ട്രി ഓഫ് MSME, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എന്ന് പറഞ്ഞതുപോലുള്ള അതിൻ്റെയൊക്കെ കാലുകളും വേരുകളും എവിടെയുണ്ട്, നമുക്ക് ട്രെയിനിങ് തരാനുള്ള സ്ഥാപനങ്ങളുമുണ്ട്. സോ അപ്പീൽ ഫോർ കോഓപ്പറേഷൻ നല്ലതാണ്. ആൻഡ് സീക്ക് പാർട്ട്ണർഷിപ്പ് നല്ലൊരു മെത്തേഡാണ്, സീക്ക് പാർട്ട്ണർഷിപ്പ്. അപ്പം ആസ്ക് ഫോർ ഇൻവോൾവ്മെൻറ്റ്, അവരും കൂടെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുക. അപ്പോൾ എന്തിനാണ് ഇൻവോൾവ് ചെയ്യുന്നത്? യു വിൽ ഗെറ്റ് എ പ്രോഫിറ്റ് ഉണ്ട്. അപ്പം അവർ ഇൻവോൾവ് ചെയ്യുമ്പം അവർ പണമായിട്ടോ കൈൻഡായിട്ടോ എങ്ങനെയാണ് നമുക്ക് കോൺട്രിബ്യൂഷൻ, സോളിസിറ്റ് കോൺട്രിബ്യൂഷൻ. ആസ്ക് ഫോർ പാർട്ടിസിപ്പേഷൻ ആൻഡ് ആസ്ക് ഫോർ സപ്പോർട്ട് ആൻഡ് സീക്ക് എൻഗേജ്മെൻറ്റ്സ്. അവരെ കൂടെ ഒന്ന് എൻഗേജ് ചെയ്യിക്കുക. ഓക്കെ. അതുപോലെ റിക്വസ്റ്റ് ഫോർ കോഓപ്പറേഷൻ, റിക്വസ്റ്റ് ഫോർ ഇൻവോൾവ്മെൻറ്റ് ആൻഡ് സീക്ക് കൺകറൻസ്. ചിലപ്പോൾ നമ്മുടെ പേരൻ്റാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ ചോദിക്കുമ്പോൾ സീക്ക് കൺസെൻസസ്, അവർക്ക് സമവായം ഉണ്ടാകണം. ഇപ്പോൾ അവിടെ പൊല്യൂഷൻ വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് തന്നെ സംശയമുണ്ട്, നാട്ടുകാർക്കുണ്ട്. അവരെയൊക്കെ പിടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും അതിനകത്ത് വരാനില്ല. സോളിസിറ്റ് അലൈൻമെൻറ്റ്,
അതുമായിട്ട് അലൈൻ ചെയ്തു പോകും, റിക്വസ്റ്റ് ഫോർ അലൈൻമെൻറ്റ്, പിന്നെ അപ്പീൽ ഫോർ കോഓപ്പറേഷൻ, ഇതിന് സഹകരിക്കുക. ഓരോ പാർട്ടിക്കാരോടും നമുക്ക് ചെയ്യേണ്ട രീതിയുണ്ട്, റോട്ടിൽ നിന്ന് ചോദിക്കുകയല്ല, അതിലെല്ലാം മെത്തേഡ് ഉണ്ട്, നമുക്കത് പഠിക്കാം, ഇതിൽ വരുമ്പോൾ പഠിക്കാം. സോളിസിറ്റ് കോഓപ്പറേഷൻ, അവരുടെയൊക്കെ സഹകരണം തേടുക. സീക്ക് ടീം വർക്ക് ആൻഡ് ആസ്ക് ഫോർ സിനർജി. സിനർജി എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കൊരു കഴിവുകൊണ്ട് അവർക്ക് വേറൊരു കഴിവുണ്ട്, രണ്ടും ഒന്നിച്ച് ചേർത്താൽ എന്താണ്. ഇപ്പോൾ അപ്പീൽ ഫോർ യൂണിറ്റി, ഇപ്പോൾ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ ഇതുമായി നടത്തുന്നവരോട് പറയാം നമുക്ക് മേർജ് ചെയ്യാം, നമുക്ക് ഒന്നാകാം. അപ്പം അവരെ എങ്ങനെയാണ് നമ്മൾ കൂടെ നിർത്താനായിട്ട് സീക്ക് ഫോർ യൂണിറ്റി, ആസ്ക് ഫോർ അസിസ്റ്റൻസ്. ആൻഡ് ഇതിനൊക്കെ ഉപരിയായിട്ട് നമുക്ക് പ്രസൻറ്റ് ആൻഡ് ഇറസിസ്റ്റബിൾ, റെസിസ്റ്റ് ചെയ്യാൻ കഴിയാത്ത പ്രസൻറ്റ് ആൻഡ് ഇറസിസ്റ്റബിൾ ഓപ്പർച്യൂണിറ്റി, അവർക്കത് കേൾക്കുമ്പോൾ എനിക്കിത് വേണം എന്ന്. കാരണം അവർ തന്നെ ഒരെണ്ണം തുടങ്ങുന്ന കഴിഞ്ഞാൽ അവർക്ക് ഗ്രോത്തും നേട്ടമൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെപ്പോഴും പ്രസൻറ്റ് ചെയ്യുമ്പോൾ പെയിൻറ്റ് എ വിവിഡ് ആൻഡ് പിക്ചർ ഓഫ് ദ പൊട്ടൻഷ്യൽ സക്സസ്, എന്തുകൊണ്ട് കളർഫുള്ളായിട്ട് ഇത് വിജയിക്കും എന്നവർക്ക് തോന്നിക്കുന്ന രീതി. നമ്മളതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യണം. അപ്പോൾ എത്ര എക്സ്പേർട്സിനെ കണ്ടിട്ടാണെങ്കിലും ദെൻ ഹൈലൈറ്റ് ദ പൊട്ടൻഷ്യൽ ഫോർ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്. ഇതുകൊണ്ടുണ്ടാകുന്ന ഗ്രോത്ത്, ഇപ്പം ഞാനിപ്പോൾ ഒരു പുതിയ കമ്പനി കൊണ്ടുവരുന്നുണ്ട്, മറ്റൊന്നുമല്ല, ഈ ക്ലാസ്സുകളെല്ലാം ഗ്ലോബൽ ഇംഗ്ലീഷിലാക്കിക്കൊണ്ട് ഗ്ലോബലി ആന്ത്രപ്രണേഴ്സിന് അങ്ങനെ പകരം വേറൊരു പ്രോഗ്രാം ഇല്ല. ആന്ത്രപ്രണേഴ്സ് ഞാൻ ബില്യണയർ മൈൻഡ് സെറ്റ് 10 ലെവൽ വരെ 10 ലെവൽ വരെ കഴിഞ്ഞ 10-15 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ ഈ സമ്പത്തുണ്ടാക്കുന്നതിനെക്കുറിച്ച് ഒരു പാക്കായിട്ട് തന്നെ 12 പുസ്തകങ്ങൾ 6 മാസം എടുക്കും അത് വായിച്ച് തീരാനായിട്ട്. അത് കൂടാതെ വീണ്ടും മറ്റു 3-4 പുസ്തകങ്ങളോട് എഴുതിയിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ 10-15 പുസ്തകങ്ങൾ ഞാൻ വെൽത്ത് ഉണ്ടാക്കുന്നതിനൊക്കെ ഈ സംഭവങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ലോകത്തിൽ എവിടെ ഇരുന്നും ഏത് ആന്ത്രപ്രണർക്കും ചൈനീസ് ലാംഗ്വേജിലോ ഫ്രഞ്ചിലോ ഏത് ലാംഗ്വേജ് വേണേലും ബിസിനസ് നടത്തുന്ന, ലോകത്തെവിടെയും ബിസിനസ് നടത്തുന്നതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഒരു ഇ ലേണിംഗ് ഞാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് കണക്ക് കൂട്ടി വന്നപ്പോൾ ഇപ്പം ഏതാണ്ട് അബൌട്ട് സ്റ്റാർട്ട്. അപ്പോൾ അത് കണക്ക് കൂട്ടി വരുമ്പോഴത്തേക്ക് ഞങ്ങൾ മുടക്കുന്ന ഏതാണ്ട് ഒരു 25 CR ആണ്. പക്ഷേ അതിൻ്റെ കാൽക്കുലേഷൻ എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ പോവുകയാണെങ്കിൽ അത് 1000 crores ടച്ച് ചെയ്യാൻ വിത്തിൻ എ ഫ്യൂ ഇയേഴ്സ് എത്തും. കാരണം എന്താ, തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് ചിലവില്ല. തുടങ്ങാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ തുടങ്ങിക്കഴിഞ്ഞാൽ 10-15 വർഷമായിട്ട് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ, ഇലക്ട്രോണിക് മെത്തേഡിലേക്ക് മാറുന്നതല്ലേ ഉള്ളൂ. പിന്നെ അതിന് പഠിപ്പിക്കാനായിട്ട് ബിസിനസ് കോച്ച് എല്ലാ ഭാഷയിലും. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പ്രസൻറ്റ് ചെയ്തപ്പോൾ തന്നെ ആൾക്കാർക്ക് എന്തായി, അവർക്ക് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്. കാരണം എന്താ, നമ്മൾ മുടക്കുന്നതിൻ്റെ 20 ഇരട്ടി 50 ഇരട്ടി 100 ഇരട്ടി ഗ്രോത്തിലേക്ക് പോകാനായിട്ട്. അപ്പം അപ്പോൾ കേട്ടോണ്ടിരുന്ന ആൾക്കാർ എന്നെ കൂടെ ഇൻവെസ്റ്റ് ചെയ്യിക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. വെയിറ്റ് എന്ന് പറഞ്ഞ് നിർത്തിയേക്കുകയാണ്, അവർക്ക് സമയം കൊടുത്ത് നിർത്തിയേക്കുകയാണ്. അതിനെക്കുറിച്ചുകൂടെ പഠിച്ചിട്ട് ഇല്ലുസ്ട്രേറ്റ് ദ ബെനിഫിറ്റ് ഓഫ് ഇയർലി ഇൻവെസ്റ്റ്മെൻറ്റ്. ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളിന് നമുക്ക് പറയുമ്പോഴത്തേക്കും പറയാം, ആദ്യം ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളിന് ഞങ്ങൾ ഇത്രയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം വരുന്നതിനകത്തുനിന്നൊരു 5% ചിലപ്പോൾ കുറവായിരിക്കും, ഇല്ലെങ്കിൽ അവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ കാണും. അപ്പോൾ ഇയർലി ഇൻവെസ്റ്റ്മെൻറ്റിന്. അതുപോലെ തന്നെ നമുക്ക് ഷോക്കേസ് ദ പാസ്റ്റ് സക്സസ് ഇൻ ദ സിമിലർ വെഞ്ചേഴ്സ്. ഇതുപോലെ തുടങ്ങിയ കാര്യങ്ങൾ ഏതെല്ലാം ലെവലിലേക്ക് ലോകത്തിലെത്തി എന്നുള്ള കഥകൾ നമുക്ക് സ്റ്റോറീസ് പറയാൻ പറ്റണം, നമ്മുടെ സിമിലറായിട്ട്, അതും സിമിലാരിറ്റി ചെയ്ത് വെച്ചിട്ട്. ഇത് തകർന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ തകർന്നു, പക്ഷെ നമുക്ക് തകരാതിരിക്കാനുള്ള, ഇപ്പോൾ ബൈജൂസ് ആപ്പുമായിട്ട് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ചെയ്തതിനായ ചെറിയ ഇതുണ്ട്, പക്ഷേ അതൊരു നമ്മളങ്ങ് കൊടുക്കുകയല്ല, പാസ്വേഡ് ഇട്ട് ആൾക്കാർ കാശ് കൊടുത്താൽ കയറാവുന്ന പോലെ കൊടുക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. അവിടെ ഒരു ബിസിനസ് കോച്ചുണ്ട്, ഹിന്ദിയിലോ തമിഴിലോ ഇല്ല ഒഡീസയിലോ ഏത് ലാംഗ്വേജിലാണെങ്കിലും അവർക്ക് ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുക്കാൻ ആ ബിസിനസ് കോച്ചസ് ആയിരിക്കും അവരെ എൻറോൾ ചെയ്യിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറും. അപ്പോൾ വെറുതെ ആൾക്കാർ എടുത്തിട്ടേക്കുന്നത്, അപ്പോൾ അവർക്ക് ഇല്ലാത്ത എന്ത് നമുക്കുണ്ട്. അതുപോലെ തന്നെ ബൈജൂസിൻ്റെ എടുത്തപ്പോഴത്തേക്ക് നമുക്കറിയാം ഒരുപാട് കമ്പനികൾ അവർ ടേക്ക് ഓവർ ചെയ്തു. നമുക്ക് ഒന്നിനെയും ടേക്ക് ഓവർ ചെയ്യേണ്ട കാര്യമില്ല, ഒരാവശ്യമില്ല. നമുക്ക് എന്താണ്, അറിവും ഹ്യൂമൻ പവറും വീഡിയോയും മാത്രം മതി, അക്കാഡമിക് എക്സലൻസ് മാത്രം കിട്ടിയാൽ മതി. ഓക്കെ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് വേറെ ആരുടെ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിൽ കൂടെ നമുക്ക് നഷ്ടം വരാനില്ല. അപ്പോൾ ഇന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറയാനായിട്ട് പറ്റണം. ഇനി അപ്പീൽ ടു ദ ഇൻവെസ്റ്റേഴ്സ് സെൻസ് ഓഫ് അഡ്വഞ്ചർ. എല്ലാ ആൾക്കാർക്കും ഒരു ബിസിനസ് നടത്തിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം സ്വയം ബിസിനസ് നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന അനേകരെ ഈ ബിസിനസ്സിൻ്റെ ഭാഗമാക്കാൻ പറ്റില്ലേ. അപ്പോൾ ആ രീതി ചിന്തിക്കണം. ക്രിയേറ്റ് എ സെൻസ് ഓഫ് എർജൻസി അറൗണ്ട് ദ ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ ഉണ്ടെങ്കിലേ ഉള്ളൂ, കാരണം വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടെ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം കമ്മിറ്റ് ചെയ്താൽ എവറിത്തിങ് വി ക്യാൻ ഗീവ്, അതും ഒരു സ്പെഷ്യൽ പ്രോഫിറ്റോട് കൂടി. അതിന് ഇൻസ്റ്റിൽ കോൺഫിഡൻസ് ഇൻ ദ സ്റ്റാർട്ടപ്പ് ലീഡർഷിപ്പ് ടീം. നമുക്ക് അപ്പോൾ നമ്മുടെ ഇതിനകത്തിൽ വരുന്ന ആൾക്കാർക്ക് ഒരു നല്ല കോൺഫിഡൻസ് ഉണ്ടാകണം. എസ്റ്റാബ്ലിഷ് ക്രെഡിബിലിറ്റി ത്രൂ ഡേറ്റ ആൻഡ് റിസർച്ച്.
നമ്മൾ കൊടുക്കുന്ന ഈ പ്രോഗ്രാമിനകത്ത് ആസ്ക് ചെയ്യുമ്പോൾ കൃത്യമായ ഡേറ്റ, തെളിവുകൾ, എവിഡൻസസ്, ഒരു കോടതി പറയുന്ന പോലെ. ആൻഡ് ഓഫർ എക്സ്ക്ലൂസീവ് ആക്സസ് ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. എല്ലാവർക്കും ഇല്ല, ഇന്ന കാര്യങ്ങളുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. ആൻഡ് പ്രൊവൈഡ് ടെസ്റ്റമോണിയൽസ് ഫ്രം സാറ്റിസ്ഫൈഡ് ഇൻവെസ്റ്റേഴ്സ്. നമ്മുടെ കൂടെ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ആൾക്കാർ, അവരുടെ റെക്കമെൻഡേഷൻസിൽ അവർ തന്നെ മുന്നേ വരും, കാരണം അവരുടെ ഇൻട്രസ്റ്റ് ആണ്. ഇനി ഹൈലൈറ്റ് സ്റ്റാർട്ടപ്സ് ഇന്നൊവേറ്റീവ് അപ്രോച്ച്. ഇത് മറ്റ് കമ്പനികൾ പോലെയല്ല, ഇതാണ് ഇന്നൊവേറ്റീവ് അപ്രോച്ച്. ഈ രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിന് നമുക്ക് പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി, പ്ലാൻ ഡി ഇതുവരെ നമുക്കുണ്ടാവും. ഷോക്കസ് ദി സ്കെയിലബിലിറ്റി ഓഫ് ദ ബിസിനസ് മോഡൽ. നമുക്ക് കാണിച്ചു കൊടുക്കണം, ഇത് ഇങ്ങനെ പോയാൽ ഇതിന് ഭയങ്കരമായ ഗ്രോത്ത് സാധ്യത. ഇനി അപ്പീൽ ടു ഇൻവെസ്റ്റേഴ്സ് ഡിസയർ ടു ബി പാർട്ട് ഓഫ് സംതിങ് ഗ്രൗണ്ട് ബ്രേക്കിംഗ്. എല്ലാവരുടെയും ഉള്ളിലുള്ളതാണ് എന്തെങ്കിലും ഒരു വലിയ സംഭവം ലോകത്തുണ്ടാകുന്നതിൻ്റെ പാർട്ടായാൽ കൊള്ളാമെന്ന്. അപ്പോൾ ആ രീതിയിൽ അവരിക്കും. ഓഫർ അട്രാക്റ്റീവ് ടേംസ് ഫോർ എയർലി ഇൻവെസ്റ്റേഴ്സ്. അവർക്ക് പ്രത്യേകമായി ടേംസ് ഉണ്ട്, വലിയ ആനുകൂല്യങ്ങളുണ്ട്. പിന്നെ പ്രസൻറ്റ് എ കമ്പലിംഗ് റിസ്ക് റിവാർഡിങ് പ്രൊപ്പോസിഷൻ. റിസ്ക് എടുത്താൽ ഇത്രയും കൂടുതൽ നമുക്ക് റിട്ടേൺ കിട്ടും. അതുപോലെ തന്നെ അപ്പോൾ വേറൊരു കാര്യം നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ കുടുംബം വിറ്റും സ്ഥലം വിറ്റും ഒക്കെ ഉണ്ടെന്നാൽ ഈ വലിയ ബിസിനസ് വലുതാകണമെങ്കിൽ എപ്പോഴും ഈ പബ്ലിക് പാർട്ടിസിപ്പേഷൻ വേണം. ഒരു 10, 50, 100, 200 പേര് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മുഴുവൻ സപ്പോർട്ട് നമുക്കുണ്ട്. ഇനി അടുത്തത് ഹൈലൈറ്റ് ദ പൊട്ടൻഷ്യൽ ഫോർ ഇൻഡസ്ട്രി ഡിസ്റപ്ഷൻ. നമ്മൾ ഈ ഒരു സംഭവം കൊണ്ടുവരുമ്പോൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന രീതിയെല്ലാം മാറിയിട്ട് ഒരു വ്യത്യസ്തമായ ലെവലിലേക്ക് ലോകം മാറും. ഇപ്പോൾ നമുക്ക് പിന്നെ എന്താണ് ഇഡ്ഡലിയുടെ മാവ് ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയൊക്കെ വന്നല്ലോ, പൊറോട്ട ഉണ്ടാക്കി കൊടുക്കുന്ന രീതി വന്നല്ലോ എന്ന് പറഞ്ഞതുപോലെ ആ രീതി മൊത്തം മാറും. ഇനി അപ്പീൽ ടു ദ ഇൻവെസ്റ്റേഴ്സ് ഡിസയർ ഫോർ സോഷ്യൽ ഇമ്പാക്റ്റ്. ഇതുണ്ടാക്കുന്ന വ്യത്യാസം കാരണം 90% സ്റ്റാർട്ടപ്സും പൊളിഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ ലോകത്തിലെ മൊത്തത്തിലുള്ള കണക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ട്രെയിനിങ് കൊടുത്ത് ഇതെടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ എന്താണ് റിസ്ക് പ്രൂഫ് ആക്കി കൊടുക്കുക. അവരുണ്ടാക്കുന്ന ക്യാപിറ്റൽ ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നുള്ളത് നമ്മൾ തെളിയിച്ച് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രോഡക്റ്റ് എവിടെയും, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ലേണിംഗ് പ്രോഡക്റ്റ് എവിടെയും എടുക്കാം. ഇനി അതുപോലെ തന്നെ മറ്റൊന്ന് പ്രൊവൈഡ് എ ക്ലിയർ റോഡ് മാപ്പ് ഫോർ ഗ്രോത്ത്. ഞങ്ങൾ ഇന്ന് ഇന്നത് ചെയ്യും, അടുത്ത ആഴ്ച ഇന്നത് ചെയ്യും, അടുത്ത മാസം, അടുത്ത വർഷം, ഇങ്ങനെ നമ്മളൊരു റോഡ് മാപ്പ് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കണം. ഇനി ഓഫർ പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ ആൻഡ് സപ്പോർട്ട് ടു ദ ഇൻവെസ്റ്റേഴ്സ്. അവർക്ക് സംശയങ്ങളെല്ലാം ചോദിക്കാനായിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അതുപോലെ എല്ലാ ആൾക്കാരെയും നമുക്ക് തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ വളരെ മിടുക്കന്മാരായ ചാർട്ടേഡ് അക്കൗണ്ടന്മാരെ നമുക്ക് ഏറ്റവും പ്രശസ്തരായവരെ വെച്ച് കൊടുക്കാം. ഇനി ലിവറേജ് സോഷ്യൽ പ്രൂഫ് ടു ബിൽഡ് ക്രെഡിബിലിറ്റി. നമുക്ക് വ്യക്തമായ സോഷ്യൽ പ്രൂഫ് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തുനിന്നും നമ്മളെക്കുറിച്ച്, നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ റെഫറൻസസ് വരണം. പിന്നെ മറ്റൊന്നാണെന്ന് ക്രിയേറ്റ് ഫോമോ എന്ന് പറഞ്ഞ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഇപ്പം മിസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റി പോവുകയാണ്, അതുകൊണ്ട് ഇപ്പം തന്നെ കയറി കടിക്കണമെന്ന് അവർക്ക് തോന്നണം. ഓഫർ ഇൻസെൻറ്റീവ് ഫോർ എയർലി ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രൊവൈഡ് റെഗുലർ അപ്ഡേറ്റ്സ് ആൻഡ് പ്രോഗ്രസ് റിപ്പോർട്ട്. ഇതുവരെ എന്തുവായി, അതുവരെ എന്തായി, ആ ദിവസം തന്നെ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ദിവസത്തെയും പ്രോഗ്രസ് ആൾക്കാർക്ക് അറിയാൻ പറ്റണം. ഇനി ഡിമോൺസ്ട്രേറ്റ് എ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ മാർക്കറ്റ് ആൻഡ് കോമ്പറ്റീഷൻ. വളരെ കൃത്യമായിട്ടുള്ള മാർക്കറ്റും കോമ്പറ്റീഷനും എല്ലാം മനസ്സിലാക്കാനായിട്ട് കൃത്യമായിട്ട് കഴിയണം. ഇനി അതുപോലെ തന്നെ എൻഗേജ് ഇൻ സ്റ്റോറി ടെല്ലിങ്. നമുക്കെപ്പോഴും നമുക്ക് സിമിലർ ആയിട്ടുള്ളത് ചെയ്ത്, അപ്പോൾ ഇത് റിലേറ്റബിൾ ഓപ്പർച്യൂണിറ്റി കാണിച്ചുകൊണ്ട് നമുക്ക് സ്റ്റോറി ടെല്ലിങ് പറ്റണം. പിന്നെ ഈ സ്റ്റാർട്ടപ്പ് സോൾവ് പ്രസ്സിങ് പ്രോബ്ലം. സാധാരണക്കാരുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇത് സോൾവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇമോഷൻ, ഇതുമായിട്ട് ചേർന്ന് അവർക്കുണ്ടാകാവുന്ന പോസിറ്റീവ് ഇമോഷൻസ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു പാർട്ട്ണറായിട്ട് ചേരുമ്പോഴത്തേക്കും കേരളത്തിലെ ഏറ്റവും വലിയ ഹോട്ടലിൻ്റെ പാർട്ട്ണറാണ് പിതാവെന്ന് പഠിക്കുന്ന കുട്ടിക്കോ കല്യാണം വരുന്ന കുട്ടിക്കോ പറയാൻ കഴിയാമെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് സംതിങ് ഇമോഷണൽ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇനി ഓഫർ എ ചാൻസ് ടു ബി പാർട്ട് ഓഫ് പാഷനേറ്റ് കമ്മ്യൂണിറ്റി. ഇതിനകത്ത് വരുന്നത് വെറുതെ ഉള്ള കമ്മ്യൂണിറ്റി അല്ല, വളരെ പാഷനേറ്റാണ്. ഇനി പ്രസൻറ്റ് എ കമ്പലിംഗ് വിഷൻ ഫോർ ദ ഫ്യൂച്ചർ. ഇത് ചേരുക വഴി അവർക്ക് വരാവുന്ന ഒരു വിഷൻ. ലൈക്ക് ഞാനിപ്പോൾ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്രോജക്റ്റ് എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം 30 വയസ്സിലോ 40 വയസ്സിലൊക്കെ ആൾക്കാർക്ക് അതിനകത്ത് ചേർന്ന് കഴിഞ്ഞാൽ ഒരു 65 വയസ്സ് മുതൽ 3 ലക്ഷം രൂപയോ 5 ലക്ഷം രൂപയോ പ്രതിമാസം പോക്കറ്റിൽ വരണം, ഒരു 98 വയസ്സ് വരെ. അപ്പം 98 വയസ്സ് വരെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെയല്ല, അവർ തന്നെയാണ് ഇത് കൺട്രോൾ ചെയ്യേണ്ടത്, അവർക്ക് തന്നെ ഇക്വിറ്റിയാണ്.
പക്ഷെ അവർ തന്നെ കൺട്രോൾ ചെയ്യും, മറ്റൊരാളെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് നമ്മളെ സഹതപിക്കേണ്ട പ്രശ്നം വരരുത്. അപ്പോൾ അതെന്താണ്, ഒരു കമ്പനിങ് വിഷനാണ്. കാരണം ജീവിതം സായാഹ്നങ്ങൾ നല്ല സുഖപ്രദമായി ജീവിക്കാൻ പറ്റും എന്നുള്ളത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് വരുന്ന ആൾക്കാർക്ക് ഒരു വിൻ വിൻ ഓപ്പർച്യൂണിറ്റി ആയിരിക്കണം. നമുക്ക് നഷ്ടവും വരരുത്, അവർക്ക് നേട്ടം. അങ്ങനെയല്ല, അവരും വിജയിക്കണം, നമ്മളും വിജയിക്കണം. എപ്പോഴും വിൻ 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 സിറ്റുവേഷനിൽ പോകണം. പിന്നെ അതുപോലെ തന്നെ ഓഫർ എ ക്ലിയർ എക്സിറ്റ് സ്ട്രാറ്റജി ഫോർ ഇൻവെസ്റ്റേഴ്സ്. അവരിത് വന്നു കഴിഞ്ഞാൽ അവർക്ക് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനി IPO ആകുന്നതിന് മുമ്പ് വേണമെങ്കിൽ കമ്പനിയിലേക്ക് തന്നു കഴിഞ്ഞാൽ അവർക്ക് അപ്പോഴത്തെ വില വേണമെങ്കിൽ അപ്പോഴത്തെ വിലയ്ക്ക് ഇപ്പോഴത്തെ ഏത് ഷെയർ ഹോൾഡേഴ്സിനും ബൈ ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് പിന്നെ അവർക്ക് ഹൈലൈറ്റ് ദ സ്റ്റാർട്ടപ്സ് അലൈൻമെൻറ്റ് വിത്ത് കറണ്ട് ട്രെൻഡ്. ഇന്ന് ലോകത്തിൻ്റെ പല ട്രെൻഡുമായിട്ട് അത് ചേർന്ന് നിൽക്കുന്നത്. പിന്നെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് മറ്റുള്ളതുമായിട്ട് നോക്കുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഒരു ട്രാക്ഷൻ, ഒരു മൊമെൻറ്റം ഇതിൽ കൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇൻവെസ്റ്റ് ചെയ്താൽ. പിന്നെ എവിഡൻസസ് ഓഫ് സ്ട്രോങ് പ്രോഡക്റ്റ്, അതെങ്ങനെയാണ് ആ സ്ട്രോങ്, അത് മാർക്കറ്റിൽ ഫിറ്റ് ആകുന്ന എവിഡൻസസ്. അതുപോലെ തന്നെ നമുക്ക് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ലുക്കിംഗ് ഇൻ ടു ദ സ്റ്റാർട്ടപ്സ് ഫിനാൻസസ്. നമുക്ക് ബ്ലാക്ക് മണി ഒന്നും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരു കമ്പനി നമുക്ക് വിജയപ്രദമായി നടത്താൻ പറ്റില്ല. അത് ചെയ്ത ആൾക്കാരെ നിങ്ങളൊരു 100 പേരെ തരൂ, അതിൽ കൂടെ റിച്ച് ആയിട്ടുള്ളത്, അവർക്കെല്ലാം അതിനുശേഷം തിരിച്ചടി വന്നിട്ടുണ്ട്. ഒരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മൾ ഗുഡ് മണിയിൽ തന്നെ നിന്നാലേ നമുക്ക് രക്ഷയുള്ളൂ. ഗുഡ് മണി മറ്റുള്ളവർക്ക് നന്മ വരുന്ന പണം, നന്മയുള്ള പണം മാത്രമേ നമ്മൾ ഉണ്ടാക്കാവൂ. ഇനി അതുപോലെ തന്നെ ഈ ഓർഗനൈസേഷൻ മസ്റ്റ് ബിലോങ് ടു ദി ഇൻവെസ്റ്റേഴ്സ്. അവരുടേതായി തീരണം. ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ടു സസ്റ്റൈനബിലിറ്റി, നമ്മൾ പ്രകൃതിക്കോ മറ്റൊന്നിനും ദോഷം വരരുത്. പിന്നെ ഇൻവെസ്റ്റേഴ്സിനും പേഴ്സണൽ ഗ്രോത്ത് വരണം, അവർക്ക് നേട്ടം ഉണ്ടാകണം. അതുപോലെ തന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഫോർ നെറ്റ്വർക്കിംഗ് ആൻഡ് കൊളാബറേഷൻ. അവർക്ക് ഇതിനകത്തോടെ തന്നെ പലരെ പരിചയപ്പെടും, അതിൽ കൂടെ നേട്ടം ഉണ്ടാകാനായിട്ടും പറ്റണം. പിന്നെ ഒരു ലെഗസി ബിൽഡിംഗ് ഓപ്പർച്യൂണിറ്റി, നമുക്ക് ശേഷവും നമ്മുടെ പേര് നിലനിൽക്കുന്ന, ഇല്ല നമ്മളിപ്പം ആശ്രയിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ പേരിനെ നിലനിർത്താൻ പറ്റുന്ന ഓപ്ഷൻസ് ഇതിനകത്തുണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള അഡാപ്റ്റേഷൻസ് വല്ലതും ചെയ്യാൻ പറ്റുന്ന അതിനുള്ള ഓപ്പർച്യൂണിറ്റി വേണം. ഇതെല്ലാം നമ്മൾ പറയുന്നത് ആസ്കിനകത്ത് ഇതെല്ലാം വരേണ്ടതാണ്. വീണ്ടും നമ്മൾ ഇവരുടെ ഇൻവെസ്റ്റേഴ്സിനൊരു ഓട്ടോണമി തോന്നിക്കണം. എൻ്റെ തീരുമാനങ്ങൾ നടന്നു. ഇനി പൊട്ടൻഷ്യൽ ഫോർ ഗ്ലോബൽ ഇമ്പാക്റ്റ്, അപ്പം ഇതിന് ഗ്ലോബലി വരാവുന്ന സാധ്യത. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പുതിയ ആൾക്കാർ വരുന്നതിന് ഇൻസെൻറ്റീവ് ഫോർ റെഫറൽസ് ആൻഡ് ഇൻട്രൊഡക്ഷൻസ്, അതിനും അവർക്ക് നേട്ടം കിട്ടണം. അതുപോലെ തന്നെ ആൻഡ് ക്ലിയർ പ്ലാൻ ഫോർ മിറ്റിഗേറ്റിംഗ് റിസ്ക് വരാൻ, ഇന്ന റിസ്ക് വരാൻ ചാൻസ് ഉണ്ട്, അതിന് ഞങ്ങൾ ഇന്ന പരിഹാരം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഈ ആസ്കിൻ്റെ കൂടെ നമുക്ക് പറയാനായിട്ട് പറ്റണം. ഇനി ആക്റ്റീവ് ലിസണിങ്, അഡ്രസ് ഇൻവെസ്റ്റേഴ്സ് കൺസേൺ, അവർക്കുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. ആക്സസ് ടു ഇൻഡസ്ട്രീസ് എക്സ്പേർട്സ് ആൻഡ് അഡ്വൈസേഴ്സ്. ഇനി അപ്പീൽ ടു ഇൻവെസ്റ്റേഴ്സ് സെൻസ് ഓഫ് പ്രൈഡ്, ഇപ്പം അവർക്ക് കിട്ടുന്ന ഒരു അഭിമാനം നമ്മുടെ കൂടെ ചേരുമ്പോഴത്തേക്കും. പിന്നെ അവരും നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ഫോർ ക്രിയേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, ഒന്നിച്ച് അവരോട് തോളോട് തോള് നിന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് ടു ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ, ഏത് കമ്പനിയിലും എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും എല്ലാ ആൾക്കാരും സൊസൈറ്റിയെ ക്രോസ് സെക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കണം. അതിന് ഭയങ്കര വാല്യൂ ഉണ്ട്. പിന്നെ ഇൻവെസ്റ്റേഴ്സ് ഡിസയർ ഫോർ പേഴ്സണൽ ഫുൾഫിൽമെൻറ്റ്, ഇതിൽ ചേരുക വഴി അവർക്ക് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാക്കണം. പിന്നെ നമ്മൾ വി ഹാവ് ടു പ്രൊവൈഡ് എ റോഡ് മാപ്പ്, ഇങ്ങനെയൊക്കെയാണ് അത് മൈൽ സ്റ്റോൺസ് ഫോർ അച്ചീവ്മെൻറ്റ്സ്, വരാൻ പോകുന്ന ഓരോ അച്ചീവ്മെൻറ്റിനും. അതേപോലെ തന്നെ നമുക്ക് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ്, റിസ്ക് ആപ്പറ്റൈറ്റ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണമെങ്കിൽ റിസ്ക് എടുത്തുകൊണ്ട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി. ഇനി അതുപോലെ തന്നെ നമുക്ക് അഡാപ്റ്റബിലിറ്റി എങ്ങനെയാണ്, റെസീലിയൻസ് എങ്ങനെയാണ്, ടെമ്പററി ആയിട്ട് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ കൊറോണ പോലെ വല്ലതും വന്നു കഴിഞ്ഞാൽ. പിന്നെ ക്രിയേറ്റിംഗ് എ സെൻസ് ഓഫ് ക്യൂരിയോസിറ്റി. പിന്നെ ഈ ഹാൻഡ് ഓൺ ഇൻവോൾവ്മെൻറ്റ്, അവർക്കും എന്തെങ്കിലും ഒരു ഹാൻഡ്സ് ഓൺ ഇൻവോൾവ്മെൻറ്റ് അതിൽ വരുത്താനായിട്ട്. പിന്നെ അതുപോലെ തന്നെ പറ്റുന്നിടത്തെല്ലാം ഓഫർ ആൻ ഇൻസെൻറ്റീവ് ഫോർ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ്, അവർക്ക് മറ്റുള്ള സ്ഥാപനങ്ങളും നമ്മളോട് ചേരാനായിട്ട്. ഇനി നമുക്ക് കമ്പലിംഗ് നരേറ്റീവ്സ് അറൗണ്ട് സ്റ്റാർട്ടപ്സ്, അപ്പോൾ അവിടെ നമുക്ക് ഒറിജിനൽ സ്റ്റോറി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റണം. പിന്നെ ഒരു ഇൻവെസ്റ്റേഴ്സ് സെൻസ് ഓഫ് ഡ്യൂട്ടി, അതിനുവേണ്ടി നമ്മൾ അപ്പീൽ ചെയ്യാനായിട്ട് പറ്റണം. അതുപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ടപ്പിൻ്റെ ഒരു റാപ്പിഡ് എക്സ്പാൻഷനുള്ള സ്കോപ്പ് അവർ കാണണം.
അപ്പോൾ ആസ്കിനകത്ത് അത് വരേണ്ടതാണ്, റാപ്പിഡ് എക്സ്പാൻഷൻ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി അതിനകത്ത് നമ്മൾ കോൾ ചെയ്യണം. പിന്നെ അവരുടെ ഒരു എക്സ്പെർട്ടൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൂടെ ഇറങ്ങി വന്ന് ഹെൽപ്പ് ചെയ്താൽ. പിന്നെ ചില എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സ് ആൻഡ് എക്സ്പീരിയൻസ് ഉണ്ടാകാം. ഇനി അതുപോലെ തന്നെ ലോങ് ടൈം ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള, പിന്നെ ഇൻവെസ്റ്റേഴ്സ് ഡിസയർ ഫോർ പേഴ്സണൽ കണക്ഷൻ ഇതിനകത്തോടെ ഉള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് റെപ്യൂട്ടേഷൻ ഉണ്ടാകുക. ഇനി അച്ചീവിങ് ലിക്വിഡിറ്റി, എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ വേറൊരാൾ വാങ്ങിച്ചാലേ പറ്റുള്ളൂ. കമ്പനിക്ക് പൈസ എടുത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇങ്ങോട്ടിട്ട പൈസ കമ്പനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇവരുടെ ഷെയർ വേറൊരു ആളെ കൊണ്ട് നമുക്ക് വാങ്ങിപ്പിക്കാം, അങ്ങനെ അവർക്ക് ലിക്വിഡിറ്റി കൊടുക്കാം. ഇനി ഇൻവെസ്റ്റേഴ്സിന് ഒരു സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് തോന്നണം ഇതിൽ വന്നു കഴിഞ്ഞാൽ. ഇനി അതുപോലെ തന്നെ ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ അത് ഷോക്കേസ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. പിന്നെ എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഫീലിംഗ് ഓഫ് കമ്മ്യൂണിറ്റി അവർക്ക് തോന്നാനായിട്ട് പറ്റണം. ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരണം. അത് റിയൽ ആയിരിക്കണം അത്. പിന്നെ അവർക്കും ഇതിനകത്തോടൊരു സെൻസ് ഓഫ് അൾട്രൂയിസം, മറ്റുള്ളവർക്ക് നന്മ ചെയ്തു എന്നുള്ളൊരു, പിന്നെ ഈ അവർക്കെല്ലാം ഈ ഇതിൻ്റെ ഗ്രോത്തിന് വേണ്ടി ഒരു കൈ സഹായിക്കാൻ പറ്റിയെന്നുള്ളൊരു തോന്നൽ വരണം. പിന്നെ അതിനെല്ലാം ഒരു പൊട്ടൻഷ്യൽ ജോബ് ഇമ്പാക്റ്റ് ഒക്കെ നമ്മൾ മാത്രം ലോകത്തിനുണ്ടാകുന്നു. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി ഉണ്ടാകാനായിട്ട്, അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന വാല്യൂസും നമ്മളുടെ മിഷനും എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ടും വ്യക്തമാണ്. ഈ ആസ്ക് ചെയ്യുന്ന കൂടെ തന്നെ നമുക്ക് ഫ്യൂച്ചർ ജനറേഷൻസിന് നമുക്ക് എന്തെല്ലാം ഇതിൽ കൂടെ നേട്ടം ഉണ്ടാകാൻ പോകുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഇത് ഈ മുകേഷ് അംബാനിയൊക്കെ ഫണ്ട് മൊബിലൈസ് ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയാണ്. ഇനി അദാനി ചെയ്യുന്നതും ബാക്കി എല്ലാ കമ്പനികളും, ഇന്ത്യയിലെ എല്ലാ കമ്പനികളും ഫണ്ട് മൊബിലൈസ് ചെയ്യുന്ന ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടല്ല. പിന്നെ അതുപോലെ തന്നെ ഇതിനൊരു പൊട്ടൻഷ്യൽ ഒരു ഇമ്പാക്റ്റ്, ഒരു പോസിറ്റീവ് എൻവയറമെൻ്റൽ ഇമ്പാക്റ്റ് നമുക്ക് ആസ്കിൻ്റെ കൂടെ കൊടുക്കാനായിട്ട് പറ്റണം. ഒരു സെൻസ് ഓഫ് സ്റ്റുവാർഡ്ഷിപ്പ്, മറ്റുള്ളവർക്ക് നമ്മൾ സേവനങ്ങൾ ചെയ്യുന്നുണ്ട്, നന്മ ചെയ്യുന്നുണ്ട്, ലാസ്റ്റിംഗ് ലെഗസി ആയിട്ട് അവർക്ക് തോന്നണം. പിന്നെ മറ്റുള്ള ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിക്കാൻ നമ്മളുടെ ഈ പ്രൊഡക്റ്റിന് പറ്റുന്നുണ്ട് എന്ന് തോന്നിക്കണം. പിന്നെ ഇൻവെസ്റ്റേഴ്സ് ഒരു സെൻസ് ഓഫ് എമ്പതി, നമ്മൾ ഇത്രയൊക്കെ ചെയ്തതല്ലേ, അപ്പോൾ മീനിങ് ഫുള്ളായിട്ട് അവർക്ക് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി. അതേപോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, നമ്മൾ ലോകത്തിന് മൊത്തം വരുത്തുന്ന ഒരു മാറ്റം. പിന്നെ ഒരു സെൻസ് ഓഫ് ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ് ഇവിടെ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് തോന്നിയ ആൾക്കാരെ ഒന്നും അല്ല എടുക്കേണ്ടത്, കഴിവുള്ളവരെ തന്നെയാണ്. ഒരു മെരിറ്റോക്രസി വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു വിഷൻ ഫോർ ദ ഫ്യൂച്ചർ എന്തായാലും ഈ ആസ്കിൻ്റെ കൂടെ തന്നെ നമുക്ക് കൊടുക്കണം. എപ്പോഴും നമ്മൾ ഫൈനലി ഒരു സെൻസ് ഓഫ് ഹോപ്പ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കാണ്, അപ്പോൾ ഇതെല്ലാം ഇപ്പം നിങ്ങൾ ചെയ്യാൻ പോകുന്ന, ഇൻഡിവിജ്വലായിട്ട് ചെയ്യാൻ പോകുന്ന ഫണ്ടിങ്ങിനുള്ള കാര്യത്തിനെല്ലാം ഇത് ഉപയോഗിക്കാം. അതോടൊപ്പം ഇതിനൊക്കെ തയ്യാറെടുത്തുകൊണ്ട് വേണം നമ്മൾ ഈ BMS6 ഫണ്ടിങ്ങിനകത്തേക്ക് കേരളത്തിൽ നടത്തുന്നതാണെങ്കിലും എബ്രോഡ് വെച്ച് നടത്താമെന്നാണെങ്കിലും അതിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ ദുബൈയിലൊക്കെ വെച്ച് നടത്തി കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്കും പല ഫോറിനേഴ്സൊക്കെ വന്ന് പങ്കെടുക്കും. നമുക്ക് കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിലേക്ക് നമുക്കിത് കടക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ എല്ലാം സഹകരണം, ഈ മോൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ വിജയം, നമ്മൾ ഫണ്ടില്ല എന്ന് കരഞ്ഞുകൊണ്ട് നടക്കരുത്. അബണ്ടൻറ്റ് ഫണ്ട് നമ്മൾ നോക്കുന്നിടത്തെല്ലാം ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ചുള്ള കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഇതുമായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് നോക്കുക. ഏർലിയർ ഈസ് ദ ബെസ്റ്റ്, ബെറ്റർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.